ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് വരാമെന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മമതാ ബാനർജിയുടെ മോഹത്തിന് പിന്തുണയുമായി സഖ്യത്തിലെ കൂടുതൽ കക്ഷികൾ. എൻസിപി നേതാവ് വിഭാഗം നേതാവ് ശരത് പവാറാണ് ഏറ്റവും ഒടുവിൽ മമതയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ സഖ്യത്തിലെ കൂടുതൽ കക്ഷികളുടെ പിന്തുണ നേടിയെടുത്തിരിക്കുകയാണ് മമതാ ബാനർജി. അടുത്തിടെ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് വരാനുള്ള ആഗ്രഹം മമത തുറന്നു പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ സമാജ്വാദി പാർട്ടി അടക്കമുള്ള മറ്റു കക്ഷികൾ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ശരത് പവാറും മമതയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മമതയ്ക്ക് ആ സ്ഥാനം വഹിക്കാനുള്ള കഴിവുണ്ട് എന്നായിരുന്നു ശരത് പവാർ പറഞ്ഞത്. കോലാപൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ശരത് പവാർ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. തൃണമൂൽ നേതാവ് ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തേക്ക് വരാൻ കഴിവുള്ള ആളാണെന്ന് ചൂണ്ടിക്കാട്ടിയ ശരത് പവാർ മമതയ്ക്ക് തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട് എന്നും പറഞ്ഞു. മുന്നണിയിലെ മുതിർന്ന അംഗം തന്നെ മമതയുടെ ആവശ്യത്തെ പിന്തുണച്ചു വന്നതോടെ ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാവുമോ എന്നതാണ് അറിയേണ്ടത്. ഈ ആഴ്ച ആദ്യമാണ് ബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനവും പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാവ് എന്ന പദവി ഒരുമിച്ച് വഹിക്കാനുള്ള ആഗ്രഹം മമത പ്രകടിപ്പിച്ചത്. എന്നാൽ മമതയുടെ അഭിപ്രായ പ്രകടനം മുന്നണികളിൽ ഉണ്ടാക്കിയ പ്രകമ്പനം ചെറുതല്ല. സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. ഇതോടെ ഇന്ത്യ സഖ്യത്തിൽ പോരുമുറുകുന്നു എന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. എന്നാൽ സമാജ്വാദി പാർട്ടി അടക്കമുള്ളവർ മമതയെ പിന്തുണച്ചു. CPI കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തതോടെ മുന്നണി ആകെ പ്രക്ഷുബ്ധമായി. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞെട്ടിക്കുന്ന ഫലങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് വീണ്ടും തലവേദന സൃഷ്ടിക്കുന്നതാണ് മമതയുടെ പടയൊരുക്കം. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തിരിച്ചടിയിൽ കോൺഗ്രസ് ആണ് സമ്പൂർണ്ണ ഉത്തരവാദിത്തമെന്നാണ് സമാജ്വാദി പാർട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മമതയുമായി അവർ വെച്ചു പുലർത്തുന്ന അടുപ്പവും കോൺഗ്രസിനെ നിരാകരിക്കാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് ഒരു നേതാവ് വേണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പദവിയിലേക്ക് മമത വരുന്നതിനെ കോൺഗ്രസ് ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല എന്നും വ്യക്തമാണ്. അങ്ങനെ പിന്തുണച്ചാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമത കളം പിടിക്കുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. കൂടാതെ BJPക്ക് ബദൽ കോൺഗ്രസ് ആണെന്ന പ്രഖ്യാപനത്തിന് മമത നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത് ദോഷം ചെയ്യുമെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയെ നയിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് മേധാവിയുമായിട്ടുള്ള മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് മമതയുടെ പരാമർശം. ഒരവസരം നൽകിയാൽ പശ്ചിമ ബംഗാളിൽ നിന്ന് സഖ്യത്തെ നയിക്കാൻ ഒരുക്കമാണെന്നും മമത വ്യക്തമാക്കി. ഒരേസമയം പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാനും ബംഗാൾ മുഖ്യമന്ത്രി എന്ന ചുമതല നിർവഹിക്കാനും തനിക്ക് സാധിക്കുമെന്നും മമത പറഞ്ഞു. ഞാനാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത്. ഇനി അതിനെ നന്നായി കൈകാര്യം ചെയ്യേണ്ടത് അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ്. ഇനി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. ബംഗാളി ന്യൂസ് ചാനലായ ന്യൂസ് 18 ബാംഗ്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മമത വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ഇപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും ഒരു ഭിന്നത രൂപപ്പെടുത്തുന്നതും.